ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഓട്സ് പുട്ട്. അപ്പോൾ ഓട്സ് കൊണ്ടുള്ള പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഒത്തിരി ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഈ വീഡിയോ കണ്ടിട്ട്. ഓട്സ് പുട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഓട്സ് എടുക്കാം. ഞാൻ ഏകദേശം 1.5 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഏകദേശം ഒരു 2 മിനിറ്റ് നേരം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക. ഇത് റെഡിയായി. ഇനി നമുക്ക് തണുക്കാനായിട്ടൊരു പാത്രത്തിലോട്ട് പകർത്തി വയ്ക്കാം. ഇത് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള തേങ്ങ ചിരണ്ടിയെടുക്കാം. നമ്മുടെ ഓട്സ് തണുത്തു. ഇനി ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഒത്തിരി ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. പുട്ടിൻ്റെ പരുവത്തിന് ചെറിയ തരികളായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. പൊടിയും ഉപ്പും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പുട്ടിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കുക. ഒരുമിച്ച് ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതോണം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പുട്ടിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കുക. പുട്ടിൻ്റെ പരുവത്തിന് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കട്ട ഉടഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് മിക്സിയിൽ ഒന്നങ്ങ് കറക്കിയെടുക്കാം. അപ്പോൾ ഈ കട്ട ഉടഞ്ഞ് കിട്ടും. ആവശ്യത്തിനുള്ള കട്ട നമ്മൾ ഉടച്ചെടുത്തു. ഇത് പൗഡർ പോലെ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് ചിരണ്ടി വെച്ചിരുന്ന അരമുറി തേങ്ങ. ഇനി പുട്ടും കുടത്തിൽ ഒരു അരപ്പാത്രം വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഈ വെള്ളം തിളച്ച് കിടക്കുന്നതാണ്. ഇനി പുട്ടും കുറ്റിയുടെ അടിയിൽ 2 ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഓട്സിൻ്റെ പൊടി ഒരു അരപ്പാത്രം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അരപ്പാത്രം ഓട്സിൻ്റെ പൊടിയായി കഴിയുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ തേങ്ങയും കൂടെ ഇതുകൊണ്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള പൊടിയും കൂടി ഈ കുടം നിറയുന്നവരെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം 2 ടീസ്പൂൺ തേങ്ങ ഇതുകൊണ്ട് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കുക്കിംഗ് പഠിച്ചു വരുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചോട്ടെ എന്ന് കരുതിയാണ്. ഇനി മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ പുട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആവി വന്നു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് വേവിക്കാം. ഏകദേശം ഒരു 7 മിനിറ്റ് നേരം ഞാൻ വേവിച്ചു. നന്നായി ആവി വന്നു. ഇനിയും നമുക്ക് ചപ്പാത്തി പരത്തുന്ന ആ കോല് കൊണ്ട് കുത്തി പാത്രത്തിലേക്ക് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ട് കുത്തിയിട്ട് പാത്രത്തിലേക്ക് ഇടാം. നമ്മുടെ സൂപ്പർ പുട്ട് റെഡിയായി. നല്ല ആവി വറക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒന്നാന്തരം പുട്ട് റെഡിയായി. ബാക്കിയുള്ള പുട്ടും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ കുറ്റിപ്പുട്ടും ഞാൻ ചുട്ടെടുത്തു. ഇത് നോക്കി എന്ത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ നല്ല രുചിയുണ്ട്. നമ്മുടെ അരിപ്പുട്ടിനേക്കാളും രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ പുട്ട് ചെറുപയർ, കടലക്കറി, പപ്പടം, പഴം, ബീഫ് കറി, ചിക്കൻ കറി ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാവുന്നതാണ്. ഞാൻ കഴിക്കാൻ പോകുന്ന പപ്പടം കാച്ചിയതും പഴവും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിനി ഈ പുട്ടിൽ നിന്ന് ഒരു കഷ്ണം എടുക്കാം. പിന്നെ 2 പപ്പടം എടുക്കാം. ഒരു പഴത്തിൻ്റെ ചെറിയ പീസ് മുറിച്ച് വെച്ച് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിച്ച് നോക്കാം നമ്മുടെ ഓട്സ് പുട്ട് എങ്ങനെയുണ്ടെന്ന്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ശരിക്കും നല്ല രുചിയുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറഞ്ഞതല്ല. നിങ്ങൾ ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് ഇനിയും കാണാം.